മാതൃകയാക്കാൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും ക്രിസ്തുവിനോട് അടുത്തിരിക്കേണ്ട ദിവസമാണ്. കാരണം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നോയമ്പ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ പരീക്ഷിച്ചവനായ സാത്താൻ ആഗൽ കറുസായുടെ വഞ്ചന എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലും നമ്മുടെ ചുറ്റിലും ചുറ്റി സഞ്ചരിക്കും. കാരണം ദൈവത്തിൻ്റെ പുത്രനെ പോലും പരീക്ഷിച്ചവനാണ് ആര്? സാത്താൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ഇങ്ങനെ പറയുന്നു: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ 40 നാൾ അവൻ ഉപവസിച്ചതിന് ശേഷം അവന് വിശക്കുന്നവനായി കണ്ടപ്പോൾ സാത്താൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. 40 ദിവസം നമ്മുടെ കർത്താവ് നോറ്റു. അവൻ ആഗൽ കറുസായെ ജയിച്ചു എന്നാണ് നമ്മൾ ആ ഒരു പ്രാർത്ഥനയിൽ പാടി പഠിക്കുന്നത്. എന്നിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ, അതെങ്കിലും പറ, കല്ലിനെ. അപ്പോൾ കർത്താവ് എന്തു മറുപടിയായി പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ്. രണ്ടാമത് വീണ്ടും സാത്താൻ പറയാ, നീ ദൈവപുത്രനല്ലേ, ഈ ദേവാലയത്തിൻ്റെ പൊക്കത്തിൽ നിന്ന് താഴേക്ക് ചാട്, കാരണം ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങുമല്ലോ. മൂന്നാമത് വീണ്ടും പറയാ, നീ ദൈവപുത്രനല്ലേ, നീ എന്നെ വീണ് നമസ്കരിക്കുക, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോൾ മറുപടിയായി കർത്താവ് പറയാണ്, നിന്റെ ദൈവത്തെ മാത്രമേ നീ കുമ്പിട്ട് നമസ്കരിക്കാവൂ, ആരാധിക്കാവൂ എന്ന്. ഇന്നും ഈ 3 പരീക്ഷണങ്ങൾ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളൂ. ഇതിനപ്പുറത്ത് ഒരു പരീക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇന്നും ഈ 3 പരീക്ഷണങ്ങളാണ്. ഒന്ന്, അപ്പത്തിനു വേണ്ടിയുള്ള നമ്മുടെ അലച്ചിൽ. അപ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ വചനം കേൾക്കുന്നതല്ലാതെ വചനം അനുസരിക്കാനോ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാനോ നമുക്ക് സാധിക്കാറുണ്ടോ? വചനം കേട്ടു, എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, സൂപ്പറായിരുന്നു. എന്തായിരുന്നു? എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയത്തില്ല, പക്ഷെ പറ, സൂപ്പറായിരുന്നു. എന്ത്? ദൈവത്തിൻ്റെ വചനം സൂപ്പറാ. കാരണം അത് എവിടെ നിന്ന് വന്നതാണ്? വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് എന്തായിരിക്കും അത്? സകലത്തെ സൃഷ്ടിച്ചവൻ എപ്പോഴും ആര് തന്നെയായിരിക്കും? ആരായിരിക്കും മക്കളെ? സൂപ്പറായിരിക്കും അല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് ജീവിക്കുവാൻ, വചനം അനുസരിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, വചനം പാലിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ. നീ നിന്നെ പോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? നമ്മളെ തന്നെയാ അല്ലേ? അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയാം, എൻ്റെ അച്ഛാ പോട്ടച്ഛ, അങ്ങ് വിട്ടുകളാം. ഇതേ കാര്യം അച്ഛൻ പറയും, അതുകൊണ്ട് നിന്നെക്കുറിച്ച് ഇതൊക്കെ പറയുന്നു, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അച്ഛൻ പറയും, പോട്ടെ എബ്രാമേ, അങ്ങ് ക്ഷമിക്ക്. ഇല്ല അച്ഛാ, ഇത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. കാരണം എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാൻ നമ്മുടെ മക്കളുടെ മുൻപിൽ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് അതിജീവിച്ചതുപോലെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്, നീ ദൈവപുത്രനല്ലേ, ഉയർത്തിന്ന് താഴേക്ക് ചാട്. നിന്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമല്ലേ, അവൻ എന്ത് ചെയ്തോളും? ഇന്നും നമുക്ക് ജീവിതത്തിൽ എന്തേ വേണ്ടതുള്ളൂ? ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം. എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്ത് കിട്ടാൻ വേണ്ടിയാ? A+ കിട്ടാൻ വേണ്ടിയാ അല്ലേ? എല്ലാ PTA മീറ്റിങ്ങിനും അമ്മമാരും, ടീച്ചറെ എത്ര A+ കിട്ടും, അവനെ എങ്ങനെ പരീക്ഷ എഴുതിപ്പിക്കുമെന്ന് ഓർത്തായിരിക്കും ടീച്ചർ ഇരിക്കുന്നത്. ടീച്ചറിനോട് വന്ന് ചോദിക്കും, ടീച്ചറെ എത്ര A+? അപ്പോൾ ടീച്ചർ മനസ്സിൽ പറയും, ഒത്തിരി കിട്ടാൻ സാധ്യത. ഇതുപോലെ നമുക്ക് അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തെയാണ് ഇഷ്ടം. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ പുസ്തകത്തിൻ്റെ പല താളുകളും പോലും മറിച്ചിട്ടില്ല. അവൻ എന്ത് വേണം? A+ വേണം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാണ് നമുക്കിഷ്ടം. മൂന്നാമത് പറയാ, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഞാൻ ഈ കാണുന്നതെല്ലാം. നമ്മളോടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ നമ്മൾ 1 അല്ല 2 അല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്യും? കാരണം എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റാത്തത്? നമുക്ക് കാണുന്നതെല്ലാം വേണം. അതുകൊണ്ട് കൊതിയും മതിയും നമ്മുടേത് പലപ്പോഴും. അതുകൊണ്ട് അച്ചായ വരല്ലേ, ഈ വേക്ക് പോയിട്ട് ഇപ്രാവശ്യം കൂടെ ഒന്ന് പോകും. ഇപ്രാവശ്യം ഇല്ലടി എനിക്ക് വയ്യ, ഇല്ലല്ല ഇപ്രാവശ്യം കൂടെ ഒന്ന് പോയിട്ട് മോൻ്റെ പഠിത്തം കഴിയുമ്പോഴത്തേക്ക് മോള് 12ാം ക്ലാസ് കഴിയും. അച്ഛാ ഇപ്രാവശ്യം കൂടെ അച്ഛനൊന്ന് പോ അല്ലേ? ഈ വീട് നമസ്കരിച്ച് ഉള്ളതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ
ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ ഈ ലോകത്തിൽ എന്തെങ്കിലും തടസ്സമാകാറുണ്ടോ? ഇവിടെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ക്രിസ്തു അനുഭവത്തിലെ 3 വഴികൾ. ഒന്നാമത്, അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. എന്ത് സാധിക്കണം? അവസരങ്ങളെ അനുഗ്രഹങ്ങൾ. എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ഏത് കഷ്ടത്തെയും ഞാൻ അതിജീവിച്ചു എന്ന് പറയാൻ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നമുക്കൊരു കഥാപാത്രത്തെ കാണാം. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്. ഇങ്ങനെയാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. അബ്രഹാമിൻ്റെ കാലത്ത് മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു വലിയ ക്ഷാമം ആ ദേശത്തുണ്ടായി. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ഗരാർ എന്നൊരു ദേശത്തേക്ക് പോയി. അബ്രഹാം പണ്ട് ക്ഷാമമുണ്ടായപ്പോൾ പോയ ദേശമായിരുന്നു ഏത്? ഗരാർ എന്ന ദേശം. ആ ദേശത്തേക്ക് പോകും മുൻപ് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ യഹോവയാം ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകരുത്. എവിടേക്ക് പോകരുത്? നീ മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നെ കാണിക്കുന്ന ഗരാർ എന്ന ദേശത്തേക്ക് നീ പോകുക. വീണ്ടും യഹോവ അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് നീ പോകുക. 2, നീ ആ ദേശത്ത് താമസിക്കുക. 3, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. 4, നിനക്കും സന്തതിക്കും ഞാൻ ഈ ദേശം അവകാശമായി തരും. നമുക്കും വേണ്ടത് എന്തേ ഉള്ളൂ? ഇത്രയേ ഉള്ളല്ലേ? യഹോവ എൻ്റെ കൂടെ, കർത്താവ് എൻ്റെ കൂടെ ഇരിക്കണം, എൻ്റെ തലമുറകളെ വഴി നടത്തണം, ഞങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനത്തോടെ. ഇത്രത്തോളം നമ്മളെ ദൈവം നടത്തിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ഈ ദേശത്തായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ നമ്മുടെ പിതാക്കന്മാർ കണ്ണുനീരോടുകൂടി, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ റൈച്ചാൻ പറഞ്ഞ ഓർമ്മയില്ലേ, 1970 കാലഘട്ടത്തിൽ അമ്മമാരുടെ കരച്ചിൽ കേട്ട് തിരുമേനി ആഹ്വാനം ചെയ്തു, എൻ്റെ ദൈവത്തിൻ്റെ മക്കൾ ദേശത്ത് ചിതറിപ്പോയി, അനുഗ്രഹിക്കപ്പെടണം അല്ലേ? ഇങ്ങനെ ഓരോ ദേശത്തും ചിതറിപ്പോയപ്പോൾ അവിടെ അപ്പമായും വെള്ളമായും കൂടെ ഇരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ തളർന്നു വീഴാൻ നേരത്ത് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും വഴി നടത്തിയ ദൈവമില്ലേ? പലപ്പോഴും വെള്ളിയാഴ്ച ദിവസമൊക്കെ പണ്ട് വിളിക്കത്തുള്ളൂ. വിളിക്കുമ്പോൾ പറയടി, ജോലി പോകുന്ന ലക്ഷണമാണ്, നീ ഒന്ന് ഉപവസിച്ച് കണ്ണുനീരും കൈയുമായിട്ട് അവിടെയും ഇവിടെയും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണുനീരിൻ്റെ ഫലമായി തൊരുത്തുകൂട്ടി ഉറുമ്പരിമണി ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് വെച്ച് മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ ഫലമായിട്ടാണ് പ്രിയമുള്ളവരെ ഈ ദേശത്ത് നമ്മൾ അനുഗ്രഹത്തോടെ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെ ദൈവത്തോട് അനുവാദം ചോദിച്ചാണ് ആര് ദേശത്ത് പോയത്? അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ആ ദേശത്ത് പോയത്. ആ ദേശത്തെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, അത് ഫെലിസ്ത്യരുടെ ദേശമായിരുന്നു, അത് അമാലേക്ക് ഭരിക്കുന്ന ദേശമായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് രാജാവ് അവൻ അനുകൂലമായി ആ ദേശത്ത് ജീവിക്കാൻ അവസരം നൽകി. പലപ്പോഴും നമ്മളും കാലുകുത്തിയ ദേശങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ പ്രിയമുള്ളവരെ? അന്യൻ്റെ ദേശം, അന്യരുടെ ദേശത്ത് കാലുകുത്താൻ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് കാരണമായത്. ആ ദേശത്ത് കാലുകുത്തി. ഇവിടെ എന്തു ചെയ്തു? ഇസഹാക്ക് ആ ദേശത്ത് കാലുകുത്തി. 26-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറയുകയാണ്, അവൻ ആ ദേശത്ത് കൃഷി ചെയ്തു, അവൻ 100 മേനി വിളഞ്ഞു, അവൻ ആ ദേശത്ത് വർദ്ധിച്ചു വന്നു. അവൻ ആ ദേശത്ത് വർദ്ധിച്ചു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർ എന്തു ചെയ്തെന്നോ? അവൻ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കിണറങ്ങ് മൂടിക്കളഞ്ഞു. അടുത്ത ദേശത്തേക്ക് ഇസഹാക്ക് അടുത്ത ദേശത്തേക്ക് പോയെങ്കിലും ആട്ടിടയന്മാർ അവിടെ നിന്ന് അവനെ ഓടിച്ചു വിട്ടു. 3ാമത് വേറൊരു ദേശത്തേക്ക് പോയി. വീണ്ടും ആട്ടിടയന്മാർ ഇസഹാക്കിൻ്റെ അപ്പനായ അബ്രഹാം കുത്തിയ കിണറിൽ നിന്ന് വെള്ളം കൊടുക്കാതെ അവിടുന്ന് ഓടിച്ചു വിട്ടു. 4ാമതൊരു ദേശത്തേക്ക് പോയി. അവനോടാരും ശണ്ടയിടാൻ വരാത്തത് കൊണ്ട് യഹോവ ഈ ദേശം നമുക്ക് അവകാശമായി നൽകി എന്ന് പറഞ്ഞ് ആ ദേശത്തിന് അവൻ രഹോബോത്ത് എന്ന് പേരിട്ടു. ആ ദേശത്ത് യഹോവയ്ക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ 23-ാമത്തെ വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇസഹാക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ആ ദേശത്തേക്ക് പോയത്. എങ്കിലും
പല തടസ്സങ്ങളും ഇസഹാക്കിൻ്റെ ജീവിതത്തിലുണ്ടായി. ആദ്യം തന്നെ ഫെലിസ്ത്യർ അവൻ്റെ കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും മക്കൾ മണ്ണിട്ട് മൂടിക്കളയാറില്ലേ? നമ്മൾ കാണുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ തൊടാതെ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കാറില്ലേ? ചുറ്റിലുമുള്ളവർ നമ്മളൊന്ന് അല്പസ്വല്പം ഇല്ലാതെ വെള്ളം കുടിക്കാതെ കൂട്ടിവെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ പണമാണ് എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്താറില്ലേ? പലപ്പോഴും സ്റ്റാറ്റസും ജോലിയും പറഞ്ഞ് നമ്മളെ നീക്കി നിർത്താറില്ലേ? പലപ്പോഴും നമ്മളെ അവജ്ഞയോടെ മാറ്റി നിർത്തി സംസാരിക്കാറില്ലേ? പലപ്പോഴും നിറത്തിൻ്റെ പേരിലും കുടുംബ മഹിമയുടെ പേരിലും ജോലിയുടെ പേരിലുമൊക്കെ പലപ്പോഴും പലയിടത്തു നിന്നും ഇസഹാക്കിനുണ്ടായതുപോലെയുള്ള വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? ഉണ്ടാകുമ്പോഴൊക്കെയും ഈ ഇസഹാക്ക് നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായി തീരണം. പലപ്പോഴും നമ്മൾ ആവശ്യത്തിന് വേണ്ടി ആരുടെയെങ്കിലും ഭാഗത്തുനിന്നൊരു കടം ചോദിക്കുമ്പോൾ, നിങ്ങളൊക്കെ ഗൾഫുകാരല്ലേ, നിങ്ങൾക്കെന്നാ പൈസയ്ക്കെന്നാ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കാറില്ലേ? പല വേദനകളിൽ കൂടിയും പല രാത്രിയിൽ കടന്നുപോയിട്ടില്ലേ? ഇവിടെ ഇസഹാക്കിലേക്ക് നമുക്ക് നോക്കാം. ഫെലിസ്ത്യർ മൂടിയ കിണറിലേക്ക് നോക്കി ഇസഹാക്ക് ഒരിക്കലും കരഞ്ഞില്ല. ഓടിച്ചു വിട്ട ആട്ടിടയന്മാരെ അവൻ ചുറ്റും നോക്കിയില്ല. വീണ്ടും ഓടിച്ചു വിട്ടവരെ അവൻ പഴിചാരിയില്ല. അവൻ നോക്കിയത് അവൻ്റെ സൃഷ്ടാവായ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ദൈവമല്ലാതെ നമുക്കാരുമില്ല എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഈ ഇസഹാക്കിനെ പോലെ നമുക്ക് മാതൃകയാകാറുണ്ടോ? ഇന്നത്തെ മക്കളെ സംബന്ധിച്ച് അവർ ഭാഗ്യമുള്ള തലമുറയാണ്. കാര്യം എന്താണ്? അവർ ജനിച്ചപ്പോഴേ എന്തെല്ലാമായി? കാറും വീടും മതിലും AC-യും അല്ലേ? പലപ്പോഴും നമ്മുടെ മക്കൾ പുറകിലിരുന്ന് കാറിലിരുന്ന് പറയാറുണ്ട്, ബാക്കിലോട്ട് അത്ര കൂളിങ് ബാക്കിലോട്ട്. ഇതിൻ്റെ കൂളിങ്ങിൽ പോലും നമ്മുടെ ഉള്ളു കത്തുകയാണെന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? നമ്മൾ നടന്ന വഴി നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മളുടെ കുടുംബങ്ങളിൽ നമുക്ക് അമ്മമാർക്ക്, നമ്മുടെ അപ്പന്മാർക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് കഷ്ടതയുടെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളത്തിൻ്റെ കഥയും നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾക്ക് മനസ്സിലാകുള്ളൂ. ഇത്രത്തോളം നിന്ദയും ഇത്രത്തോളം അപമാനവും ഇത്രത്തോളം വേദനയും ഇത്രത്തോളം ഉഷ്ണക്കാറ്റിലുമാണ് നമ്മൾ ഇത്രയും പിടിച്ചു നിന്നത് എന്ന്. ഇസഹാക്കിന് എന്തുകൊണ്ടാണ്? ഇസഹാക്ക് ഒരിക്കൽ പോലും ദൈവത്തോട് പരിഭവിച്ചില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഇവിടെ വേദപുസ്തകം പറയുന്നുണ്ട്, അവൻ അടുത്ത ദേശത്തേക്ക് പോയി. കാരണം വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ ദൈവം വിശ്വസ്തനാണെന്നും അവൻ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്നും ഇസഹാക്കിന് അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ മുൻപിലും വ്യക്തിപരമായ ഏത് പ്രശ്നത്തിലും ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ മാതാപിതാക്കൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മക്കളുടെ മുൻപിൽ മാതൃകയാകാൻ സാധിക്കാറുണ്ടോ? മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനും കണ്ണുനീരോടുകൂടി മുട്ടുമടക്കുന്ന അമ്മയും അപ്പൻ്റെ കഷ്ടപ്പാടുകളെയും അമ്മയുടെ കഷ്ടപ്പാടുകളെയും പരസ്പരം ശുശ്രൂഷ മനോഭാവത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളാകാൻ ഭവനത്തിൽ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളായിരിക്കുന്ന അവസ്ഥ നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നുള്ളൂ. യേശു തമ്പുരാനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളിൽ ആരാണ്? ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലെയും ചോദ്യം എന്താണ്? ഇവിടെ ആരാണ്? നിങ്ങളങ്ങ് തിരിച്ചു പോകാവോ? അല്ലേ? തിരിച്ചും നീയൊന്നടങ്ങി ഇരിക്കാവോ? ഇതെല്ലാം ഞാൻ സമ്പാദിച്ചതാണ് അല്ലേ? നമ്മളിൽ ആരാണ് വലിയവൻ? കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് എഴുന്നേറ്റു, അരയിൽ കച്ച കെട്ടി താന്നിരുന്നു, കാല് കഴുകി ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു. കുടുംബങ്ങളിൽ പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ മാതാപിതാക്കൾക്കും മക്കൾക്കും സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ എല്ലാം ജീവിതം ക്രിസ്തീയ ജീവിതമായി മാറുന്നത്. അതിനെന്ത് വേണമെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വസിക്കണം. നമ്മളുടെ കുടുംബങ്ങളിൽ ദൈവാത്മാവ് ഇറങ്ങി വസിക്കണമെങ്കിൽ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ വേണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനകൾ എങ്ങനെയാണ് എന്ന് ഈ മുൻപിലിരിക്കുന്ന കൊച്ചു മക്കളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇപ്പം പറയും. ചോദിക്കുന്നില്ല. പ്രഭാതത്തിലും സന്ധ്യയിലും ഒന്നിച്ചിരുന്ന് ദൈവത്തിൻ്റെ മക്കൾ ഒന്ന് ചേർന്നിരുന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇന്ന് നടത്തിയ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനകൾ എപ്രകാരമാണെന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക.
അപ്രകാരമായിരിക്കും നമ്മുടെ തലമുറ ഭവനങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. കുടുംബ പ്രാർത്ഥനകൾ പറയുമ്പോൾ പണ്ട് കാലത്ത് ഓർമ്മയില്ലേ, ഒന്നുമില്ലായ്മയുടെ കാലത്ത് ചാണകം മെഴുകിയ തറയിൽ, ഓലമേഞ്ഞ വീട്ടിൽ, ഒരു കീറിയ പായിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൻ്റെ കഷ്ടപ്പാടുള്ള കയ്യേയും അമ്മയുടെ പട്ടിണിയുള്ള മുഖത്തെയും ഒക്കെ നോക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ ആ പായും ആ പ്രാർത്ഥനകളും എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇന്ന് ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ എൻ്റെ ഭവനത്തിൽ ശക്തിയുള്ളതാണോ അതോ ചിതറിപ്പോയോ? പലപ്പോഴും കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് അതിൻ്റെ നേതാവ് പലയിടത്തും അമ്മയായിരിക്കും. അമ്മ സന്ധ്യ തൊട്ട് എന്ത് തുടങ്ങും? പ്രാർത്ഥിക്കുന്നില്ലേ? ഇരിക്കുന്നില്ല, പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നേ ഉള്ളൂ? നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ വരാന്തയിലിരിക്കുന്ന ആൾ പറയും, തുടങ്ങ് ഞാനങ്ങോട്ട് പറഞ്ഞു കറക്റ്റ് വന്നോളാം. അപ്പോൾ മോളിലിരിക്കുകയാണ് മോൻ, ചൂടല്ലേ, മോൻ മോളിലിരിക്കുകയാണ്, മോൾ എന്ത് ചെയ്യുകയാണ്? ട്യൂഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എല്ലാവർക്കും സ്വന്തമായ മുറിയും ഇഷ്ടം പോലെ സൗകര്യങ്ങളുമായി. പണ്ട് ഒരു മുറിയും ഒരു പായും ഒരു ടി വിയും ഒരു ഫോണും ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മളെല്ലാം ഒരു വട്ടത്തിലുണ്ടായിരുന്നു. വിളിച്ച വെളിപ്പാട് അകലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾക്ക് പലപ്പോഴും കുടുംബ പ്രാർത്ഥനകളിൽ ഒന്നിച്ചിരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓർക്കുക, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളുടെ ഭിത്തി ഇളകിപ്പോകും. ഞാൻ ആരാണെങ്കിലും, ഞാൻ ആകാശത്തിൽ കൂടുകൂട്ടിയാലും എന്നെ താഴെ ഇറക്കുന്നൊരു ദൈവമുണ്ട്. എന്നാൽ ഞാൻ പൊട്ടക്കിണറ്റിൽ കിടന്നാലും എന്നെ മിസ്രൈമിൻ്റെ അധിപതിയാക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറയുന്ന യോസഫിനെ മാതൃകയാക്കണം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ദൈവമില്ല എങ്കിൽ നമ്മൾ വെറും മണ്ണ് മാത്രമാണ്. അബ്രഹാം ദൈവമില്ലായിരുന്നു എങ്കിൽ വെറും ഒരു കൽപ്പണിക്കാരൻ മാത്രമായി തീർന്നേനെ. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ വിശ്വാസികളുടെ പിതാവായി മാറിയില്ലേ? യാക്കോബ് ദൈവമില്ലായിരുന്നെങ്കിൽ വെറും ഒരു ചതിയൻ മാത്രമായിരുന്നേനെ. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ യാക്കോബ് ആരായി മാറി? ഇസ്രായേലായി മാറി. ദാവീദ് ദൈവമില്ലായിരുന്നെങ്കിൽ ദാവീദ് വെറും ഒരു ആട്ടിടയൻ മാത്രമായിരുന്നു. ദാവീദിൻ്റെ അപ്പനായ ഈശായിയോട് പ്രവാചകൻ മക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു മകൻ ഉള്ളതായിട്ട് പോലും അപ്പൻ പറഞ്ഞില്ല. എങ്കിലും സ്വർഗത്തിലെ അപ്പൻ അവനെ പേര് ചൊല്ലി വിളിച്ചത് കൊണ്ടല്ലേ ദാവീദ് ഇസ്രായേലിൻ്റെ പേര് കേട്ട രാജാവായി മാറിയത്. ഏലിയാവ് ദൈവമില്ലായിരുന്നെങ്കിൽ ഭയന്നോടി ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുകയുള്ളായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ടല്ലേ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് നെഞ്ചും വിരിച്ച് സത്യത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ഏലിയാവിന് സാധിച്ചത്. എസ്തർ ദൈവമില്ലായിരുന്നെങ്കിൽ ഒരു വിജാതീയ സ്ത്രീ മാത്രമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടിയത് കൊണ്ടല്ലേ ആ രാജകീയ പദവിയിലേക്ക്, രാജ്ഞി പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഈ കാണുന്നതെല്ലാം കർത്താവ് തന്നതാ. കണ്ണുനീരോടുകൂടി അധ്വാനിച്ചു എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തന്നതാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ വെറും മണ്ണാണ്. ഇതെല്ലാം ഒറ്റയൊരു അസുഖത്തിന് മാത്രമേ ഉള്ളൂ. വെറുതെ ഒന്ന് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നാൽ 1,00,000 രൂപ വെറുതെ അങ്ങ്, ശരിയല്ലേ? വെറുതെ ഒന്ന് പോയിട്ട് ടെസ്റ്റ് നടത്തി വരുമ്പോഴത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപ. നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ഒറ്റ രോഗത്തിനേ ഉള്ളൂ. അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ കുടുംബ പ്രാർത്ഥനകളിൽ ചേർന്ന് വരണം.